ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും നമുക്കൊന്നും കൂടി ഒരു റിവിഷൻ ആയിട്ട് നോക്കുവാണ്. എന്തായാലും ഒരു ലെറ്റർ ചോദിക്കും. അപ്പോൾ ലെറ്റർ ചോദിക്കുമ്പോൾ അതിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഇപ്പം മിസ് തന്നിട്ടുള്ളത്. ആദ്യം നോക്കിയേ, പ്രിയ മിത്രം എന്ന് കൊടുക്കുക. ആദ്യം നമുക്ക് കൊടുക്കേണ്ടത് സ്ഥാൻ കൊടുക്കുക, താരിഖ് കൊടുക്കുക. അതായത് പ്ലേസും ഡേറ്റും കൊടുക്കുക. ഒന്നുകിൽ നമുക്ക് ഡേറ്റും പ്ലേസും കൊടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ലൈൻ ഒന്ന് താഴോട്ട് സ്പേസ് ഇട്ടിട്ട് കൊടുക്കുക, പ്രിയ മിത്രം എന്ന് കൊടുക്കുക. പിന്നെന്താണ്, അതായത് മിത്രത്തിന്, നമ്മുടെ സുഹൃത്തിന് കത്തെഴുതാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിന്റെ താഴെ കൊടുക്കാം തും കൈസേ ഹോ. അതായത് കുറച്ച് നമുക്ക് കുശലാന്വേഷണമൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പൊ നമ്മൾ ചോദിക്കുക, ഏത് ലെറ്റർ ചോദിച്ചാലും നമുക്ക് ആദ്യം ഈ ഒരു ഫോർമാറ്റ് തന്നെ കൊടുക്കുക. ഇത് ഇത്രയും പഠിച്ചിട്ട് അത് തന്നെ എഴുതുക. ഓക്കെ, തും കൈസേ ഹോ, എങ്ങനെ സുഖായിരിക്കുന്നു, നീ സുഖായിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. മേ യഹാ കുശൽ സേ ഹൂ, ഞാൻ ഇവിടെ സുഖായിരിക്കുന്നു. ഏക് ബാത് ബതാനെ കെ ലിയേ മേ യഹ് പത്ര ലിഖ്താ ഹൂ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ കത്ത് എഴുതുന്നത് എന്നാണ് പറയുന്നത്. അത്രയും മക്കൾ പഠിച്ചിട്ട് അത് എഴുതുക. എന്നിട്ട് ആ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്നത് അത് നോക്കിയിട്ട് അത് അവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ, അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ എഴുതേണ്ടതെന്നുള്ളത്. അപ്പൊ അത് അതുപോലെ എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഒന്നുകൂടി എഴുതാം, വാപ്പസി പത്രയ്ക്ക് ഇന്റസാർ മേ, അതായത് ഈ കത്തിന് തിരിച്ച് മറുപടി ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നുള്ള ഒരു ഇതുമായിട്ട് നമുക്ക് അവിടെ നിർത്താം. അത് കഴിഞ്ഞിട്ട് സേവാമേ, അതായത് ടൂവും ഫ്രമും ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് സേവാമയും കൊടുത്തിട്ട് നാം പത, അതായത് നെയിമും അഡ്രസ്സും ആണ് അവിടെ. ഇവിടെ സെക്കൻഡ് റൈറ്റ് സൈഡിൽ നമുക്ക് അവിടെ നിർത്തിയതിന് ശേഷം സസ്നേഹസേ, അതായത് സ്നേഹത്തോടെ തുമാര മിത്രത്തിന്റെ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ എന്ന് പറഞ്ഞു നിർത്തുവാണ്. എന്നിട്ട് നാമും ഹസ്താക്ഷരം കൊടുക്കുക. അവിടെ എന്താ കൊടുക്കേണ്ടത്? നാമ് എന്ന് വെച്ചാല് പേരും ഹസ്താക്ഷരം സിഗ്നേച്ചർ നമ്മൾ കൊടുക്കണ്ട, പക്ഷെ അതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഇവിടെ നമ്മൾ ആർക്കാണോ അയക്കേണ്ടത് അവരുടെ പേരും അഡ്രസ്സും ആണ് ഇവിടെ കൊടുക്കേണ്ടത്. പക്ഷെ അത് അറിയെങ്കിൽ അങ്ങനെ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ മാത്രം കൊടുത്താലും മതി. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഡയറിയാണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത്, ഇതൊരു ഫോർമാറ്റ് ആണ് മിസ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഫോർമാറ്റ് അതുപോലെ പഠിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യനിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് അവിടെ അത് ഒന്ന് വായിച്ചു നോക്കിയിട്ട് അത് നമുക്ക് അവിടെ ഫില്ല് ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് കൊടുക്കേണ്ടത് ഡയറി എന്ന് എഴുതുക. അതിനുശേഷം ഹെഡിങ് എഴുതിയതിന് ശേഷം താഴെ കൊടുക്കുക താരിഖ് എന്ന് വെച്ചാൽ ഡേറ്റ്, അത് അവിടെ കൊടുക്കുക. ആജ് മേരെ ലിയേ ഖുഷി യാ ദുഃഖി ദിൻ ഥ. അപ്പോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കറിയാം ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നത്, സാഡ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ആജ് മേരെ ലിയേ ഖുഷി ദിൻ ഥ. അതല്ല സാഡ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നെങ്കിൽ നമുക്ക് അവിടെ പറയാം ആജ് മേരെ ലിയേ ദുഃഖി ദിൻ ഥ. അതായത് ഇന്ന് എന്റെ ദിവസം, എനിക്ക് ഇന്നത്തെ ദിവസം ഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് വളരെ സാഡ് ആയിരുന്നു എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. എന്നിട്ട് ക്വസ്റ്റ്യനിൽ എന്താണോ അത് എഴുതുക. രണ്ടും കൂടി എഴുതി വെക്കരുത്, ഖുഷിയും ദുഃഖിയും ഒരുപോലെ എഴുതി വെക്കരുത്. എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് അതനുസരിച്ചിട്ട് എഴുതുക. എന്നിട്ട് അത് ഫില്ല് ചെയ്തതിന് ശേഷം ലാസ്റ്റ് എഴുതുക, ആജ് കാ ദിൻ മേ കഭി നഹി ഭൂലുങ്ക, അതായത് ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഡയറി എഴുതുന്നത്. എന്നിട്ട് ഹസ്താക്ഷരം സിഗ്നേച്ചർ ഇടേണ്ട ഹസ്താക്ഷരം എഴുതി അതും അവിടെ നിർത്താം. അപ്പൊ ഇത് രണ്ടും കമ്പൽസറി ആയിട്ട് പഠിക്കുക. അതിനുശേഷം നമുക്കൊരു കവിത എന്നുള്ളൊരു ടിപ്പണി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടിപ്പണിയാണ്. പൈതൽ ചൽത്താ ഹുവ ആദ്മി എന്നുള്ള കവിതയിൽ നിന്നുള്ള ഒരു ടിപ്പണി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് പഠിക്കുക. യഹ് ഹിന്ദി കെ പ്രമുഖ കവി കഹാനികാർ एवं लेखक ശ്രീ സ്വപ്നിൽ ശ്രീവാത്സവ് ജി का एक छोटी कविता है. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. യഹ് ഹിന്ദി കെ പ്രമുഖ കവി कहानीकार एवं लेखक ശ്രീ സ്വപ്നിൽ ശ്രീവാത്സവ് ജി का एक छोटी कविता है. അതായത് പ്രമുഖ ഹിന്ദി കവിയും ചെറുകഥാകൃത്തും എഴുത്തുകാരനുമായ ശ്രീ സ്വപ്നിൽ വാസവയുടെ ഒരു ചെറു കവിതയാണിത്. इस कविता में कवि ने एक साधारण व्यक्ति की महत्ता और शक्ति को बहुत सुंदर ढंग से बताया है. അതായത് ഈ കവിതയിൽ ഒരു സാധാരണ വ്യക്തിയുടെ പ്രാധാന്യവും അതുപോലെ ശക്തിയും കവി മനോഹരമായി വിവരിക്കുന്നു. അതാണ് നമുക്ക് ആദ്യത്തെ ഒരു इंट्रोडक्शन ആയിട്ട് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം चमत्कार सड़कों पर तेजी से चलने वाली कारों के बीच पैदल चलने वाला आदमी छोटा और कमजोर दिखाई देता है. അതായത് വേഗത്തിൽ ഓടുന്ന കാറുകൾക്കിടയിൽ വെളിച്ചമുള്ള ഒരു തെരുവിലൂടെ നടക്കുന്ന ഒരു കാൽനട യാത്രക്കാരൻ ചെറുതും ദുർബലനുമായി തോന്നുന്നു.
कारों में बैठे बड़े लोग उसे तुच्छ समझते हैं, जैसे वह किसी और दुनिया का इंसान हो। लेकिन कवि बताता है कि असली ताकत उसी साधारण आदमी के पास है। कारों में बैठे बड़े लोग उसे तुच्छ समझते हैं, ജയ്സെ വഹ കിസി ഔർ ദുനിയാ കാ ഇൻസാൻ ഹോ. അപ്പൊ എന്താണ്, കാറുകളിലെ വലിയ മനുഷ്യൻ അവനെ മറ്റൊരു ലോകത്തിൽ നിന്നുള്ള ഒരു ജീവി എന്ന പോലെ താഴ്ത്തി കിട്ടുന്നു. ലേക്കിൻ കവി ബതാത്ത ഹെ കി അസ്ലി താക്കത്ത് ഉസി സാധാരണ ആദ്മി കെ പാസ് ഹെ. എന്നാൽ യഥാർത്ഥ ശക്തി സാധാരണക്കാരിലാണെന്ന് കവി സൂചിപ്പിക്കുന്നു. कवि कहता है कि अगर वही आदमी खेतों में अनाज उगाना बंद कर दे तो അമീർ ലോഗ് ബി ഭൂക്കെ രഹ ജായേങ്കെ. അപ്പൊ ഇവിടെ ഇതേ ആളുകൾ വയലുകളിൽ കൃഷി ചെയ്യുന്നത് നിർത്തിയാൽ എന്ത് ചെയ്യും? സമ്പന്നർ പോലും പട്ടിണി കിടക്കുമെന്ന് കവി പറയുന്നു. അപ്പം കവിതയുടെ സാരാംശമാണ് നമ്മൾ അവിടെ ആ 2 പാരഗ്രാഫിൽ പറയേണ്ടത്. മകാൻ ബനാന ചോട് ദോ, മകാൻ ബനാന ചോട് ദേ तो कार वाले लोगों के पास रहने की जगह नहीं बचेगी. അതുപോലെ പറയുന്ന എന്താണ്, വീടുകൾ പണിയുന്നത് നിർത്തിയാൽ കാറുള്ളവർക്ക് പോലും താമസിക്കാൻ ഒരിടവും ഉണ്ടാവില്ല. कविता यह संदेश देते हैं कि समाज के बड़े और अमीर लोग जिस व्यक्ति को छोटा समझते हैं वही वास्तव में दुनिया को चलाए रखता है. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? സമ്പന്നരും ഉന്നതരും താഴ്ന്നവരായി കരുതുന്ന ആളുകളാണ് ലോകത്തെ യഥാർത്ഥത്തിൽ നയിക്കുന്നത്, അല്ലെ എന്ന സന്ദേശം ഈ കവിത നൽകുന്നു. കാൽനട യാത്രക്കാരൻ എന്താണ്? जिस दिन वह अपनी ताकत पहचान उन लोगों के अहंकार और साम्राज्य गिर जाएंगे. അതായത് കാൽനട യാത്രക്കാരൻ കഠിനാധ്വാനിയും സത്യസന്ധനും ശക്തനുമാണ്. അതുപോലെ സ്വന്തം ശക്തി തിരിച്ചറിയുന്ന ദിവസം അവരുടെ അഹങ്കാരവും സാമ്രാജ്യവും തകരും എന്നാണ് ആ ഒരു പാരഗ്രാഫില് ആ കവിതയുടെ സാരാംശം പറഞ്ഞു നിർത്തുന്നത്. कुल मिलाकर यह कविता हमें सिखाती है कि किसी को भी ചോട്ട യാ കംസോർ സമജ്ന ഗലത് ഹെ. അതായത് മൊത്തത്തിൽ ആരെയും എന്തിനേയും കുറിച്ച് കാണുന്നത് തെറ്റാണെന്ന് ഈ കവിത നമ്മെ പഠിപ്പിക്കുന്നു. ഹർ വ്യക്തി കെ പാസ് അപ്നി എക് ഖാസ് ശക്തി ഹോത്തി ഹെ ഔർ ദുനിയ ഉസി കി മെഹനത് സെ ആകെ ബഡ്തി ഹെ. അതായത് ഓരോ വ്യക്തിക്കും അവരുടേതായ എന്താണ് അതുല്യമായ കഴിവുകളുണ്ട്. അവരുടെ കഠിനാധ്വാനത്തിലൂടെയാണ് ലോകം പുരോഗമിക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെ ആ കവിത ആ ടിപ്പണി നമ്മളവിടെ നിർത്തുവാണ്. എന്താണ് അതിന്റെ സാരാംശം മനസ്സിലായല്ലോ? അപ്പൊ ഇത് മൂന്നും നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് പോവുക.